Hey guys, welcome back to my YouTube channel. ഈ കുട്ടീനെ ഞാനിപ്പോൾ പുറത്താക്കട്ടോ കുറേ നേരമായി ചിരി തുടങ്ങിയിട്ട്. ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ വീണ്ടും ഒരു ഗെയിം ചാലഞ്ചായിട്ട് വന്നേക്കുവാണ്. സോ ഇന്നത്തെ ഗെയിം ചാലഞ്ചിന്റെ പേര് നമ്മുടെ പുതിയ അതിഥി പറയും. പുതിയതല്ല, പഴയതാ, എന്നാലും പുതിയതായിട്ട് പഴയതല്ല, സമ്മതിച്ചു, വയസ്സില്ല, കുഴപ്പമില്ല. പേര് പറ. പേര് ഗെസ് ദ വേർഡ് ചാലഞ്ച് ആണ്. എന്റെ പേര് പവിത്ര. ഗെയിമിന്റെ പേരാ ചോദിച്ചു, ഒന്നുകൂടെ പറഞ്ഞു കൊടുക്ക്. ഗെസ് ദ വേർഡ് ചാലഞ്ച്. ഓക്കെ, സോ നമ്മൾ ഗെസ് ദ വേർഡ് ചാലഞ്ച്. അത് കുറെ പേര് കണ്ടിട്ടുണ്ടാവും ഓൾറെഡി ചാലഞ്ചിനെ പറ്റി. ഓക്കെ, ചാലഞ്ച് ഒന്നും ഇല്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ ഞാനും പൂപ്പയും കൂടെ ഒരു വേർഡ് ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിനെപ്പറ്റി കുറച്ച് ക്ലൂസ് ഇവൾക്ക് കൊടുക്കും. അപ്പം അപ്പോൾ അവൾ ആ ക്ലൂന്ന് ആ വേർഡ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതാണ് ചാലഞ്ച്. അപ്പോൾ അത് നമ്മളിങ്ങനെ ടീം മാറി ഓരോരുത്തർക്കും അവസരങ്ങൾ വരും. സോ അതാണ് ചാലഞ്ച്. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് കടന്നാലും. എന്താ പൂപ്പി ഒന്നും മിണ്ടാത്തെ? ഇപ്പൊ സമയം 12:30 എന്തോ ആയിട്ടോ രാത്രി. നമ്മള് വീട്ടിലിങ്ങനെ 12:51 നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നപ്പോ വിചാരിച്ചൊരു വീഡിയോ എടുക്കാം. ലിപ്സ്റ്റിക് ഇട്ട് വന്നു, വീഡിയോ എടുത്തു. ഇയാള് മാത്രം കണ്ണെഴുതി പൊട്ടുന്നുണ്ട്. സോറി, നേരത്തെ കണ്ണെഴുതി. കണ്ണ് ഓൾറെഡി നല്ല ഭംഗിയുള്ള ഒന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം, അല്ലെങ്കിൽ ലോങ് ആയി പോവും. ഓക്കെ, വാ. ആദ്യം നമുക്ക് പവിക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വേർഡ് കൊടുക്കാം. ഓക്കെ, ഷേപ്പ് പലതരത്തിലുണ്ട്. പലതരത്തിലുണ്ട് ഷേപ്പ്. ഭയങ്കര മണായിരിക്കും അല്ലേ? അതെ, ഭയങ്കര മണായിരിക്കും. നല്ല മണാണോ പൊട്ട മണാണോ? സഹിക്കാൻ പറ്റാത്ത ശരിയാ, അത്രയ്ക്ക് നമുക്ക് ബെയർ ചെയ്യാൻ പറ്റില്ല. കുറച്ച് അൺസഹിക്കബിൾ മണമുണ്ട്. അത് എന്ത് ചെയ്യും? നീ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ പറയാനാണ് ഞാൻ പഠിക്കണോ? ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ നീ ഉത്തരം പറയണോ? വേറെ ശബ്ദം ഉണ്ടാക്കും. ശബ്ദമുണ്ട്. ചിലത് ഭയങ്കര ശബ്ദമായിരിക്കും, ചിലത് ലൈറ്റ് കുട്ടി കുട്ടി ശബ്ദം. ചിലപ്പോ ശബ്ദം ഉണ്ടാവാണ്ടിരിക്കും. ചിലപ്പോ അല്ലല്ല, നീ എന്താ ആദ്യത്തെ ക്ലൂ എന്താ പറഞ്ഞ പല ഷേപ്പിൽ ഉണ്ടാകാം. ഓക്കെ, നീ പറഞ്ഞത് മണം ഉണ്ടെന്നോ? സഹിക്കാൻ പറ്റാത്ത. അപ്പൊ അതാവില്ല. ബലൂണാണോ? ബലൂൺ എന്നാ പിന്നെ? അല്ലല്ല, ബലൂൺ അല്ല. വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് അല്ല, മനസ്സിലാവണ ക്ലൂ പറ. പിന്നെ ഇതെന്താ ഇത്ര നേരം പറഞ്ഞേ? പറ. ഇല്ല, ഞാൻ വിട്ടുകൊണ്ടില്ല. എന്തായാലും ചില ആൾക്കാർ ഓരോ സ്ഥലത്ത് കൊണ്ടിട്ടു. അത് നല്ലൊരു ക്ലൂ. വേസ്റ്റ് പൊട്ടുമ്പോ മറ്റേ ഇത് വരുന്ന മണം, സൗണ്ട്. എങ്ങനെ ശബ്ദം വരുന്നത്? വേസ്റ്റ് കൊണ്ടിടുമ്പോ പിന്നെ ഡസ്റ്റ്ബിൻ. അത് ഇത് ഞാൻ പറയട്ടെ, ഇത് പൊട്ട സാധനമാണോ നല്ല സാധനമാണോ? അങ്ങനെ പറയാൻ പറ്റില്ല. ചോദിക്കരുത്, ഞങ്ങൾ പറഞ്ഞു. അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇതൊരു സ്ഥലത്ത് ഇട്ട ചുറ്റുമുള്ള ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ചിലപ്പോ അവിടെ നിന്ന് മാറി നിക്കും ആൾക്കാര്. എനിക്കെന്നെ ഓർമ്മയില്ല എന്താ ഫസ്റ്റ്. പല സൈസിലുണ്ടെന്നോ? അല്ല, അതിനെന്താ പല ഷേപ്പ്? അല്ല, ശബ്ദം ഉണ്ടല്ലോ. ശബ്ദമുണ്ടല്ലോ, മണമുണ്ട്, പക്ഷെ സാധനം അതല്ല. ഇത് ഓക്കെ, ഇനി നിങ്ങക്ക് ക്ലൂ തരാലോ. അല്ല, ലൈക്ക് ഇതൊരു നമ്മുടെ ബോഡി പാർട്ട് ആണോ? അതൊരു അല്ല, അത് മാത്രം പറഞ്ഞു. ബോഡി പാർട്ടിലുള്ള സാധനമാണോ?
ഇങ്ങനല്ല ചോദിച്ചാ പിന്നെ ബോഡി പാർട്ട് അല്ല, ബോഡി പാർട്ട് അല്ല, അത് പറയാം. ഒബ്ജക്റ്റ് ആണ്. Yeah. Okay, so it's a thing. It's a thing. Okay, clue. നമ്മളിപ്പോ എന്താ ലാസ്റ്റ് പറഞ്ഞ എല്ലാരും ഓടുമല്ലേ? എല്ലാരും ഓടുന്നോ? രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു ഓടും. ഒക്കെ കൂടെ വേറെ ക്ലൂ എന്താ കിട്ടിയോ? അമ്മക്ക് കിട്ടിയതാണോന്ന് അറിയില്ല. അല്ല നമുക്കത് നോക്കാം, പിന്നെ നോക്കാം. ഇവക്ക് കിട്ടുന്നില്ലെങ്കിൽ അമ്മ പറഞ്ഞ ഉത്തരം. അമ്മക്ക് വല്ല പറയാൻ അറിയില്ല, അതുകൊണ്ട് നീ ഇപ്പൊ ചോദിക്കണ്ട. വേണമെങ്കിൽ മെസ്സേജ് അയച്ചോനെ. അയ്യോ ഇനി എന്താ ക്ലൂ? ഇത് എല്ലാ സമയത്തൊന്നും കാണപ്പെടില്ല. ഇത് കാണുന്ന സാധനം കാണപ്പെടില്ല. കുറിച്ച് നമ്മൾ എല്ലാ സമയത്തും നമുക്ക് അത് യൂസ് ഇല്ല, അങ്ങനെ വേണമെങ്കിൽ പറയാമായിരുന്നു. അത് ചില ആൾക്കാർ കൊണ്ട കിട്ടും. പോലെ എനിക്ക് നിന്റെ തല കാണൂല ഫ്രെയിമില്. അതായത് അവര് അത് ശരി ആന്റി ഹെൽപ്പ് ചെയ്ത് അവര് കൊണ്ടിടും. അപ്പം അത് ചിലപ്പോ നമുക്ക് കാണാൻ പറ്റില്ല, കേക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോ. കാണാൻ പറ്റൂല, കേക്കാൻ എന്തായാലും പറ്റും. കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കേക്കാൻ പറ്റും. തോറ്റെങ്കിൽ തോറ്റു രണ്ട് ക്ലൂവും കൂടെ തരുള്ളേ. ഉണ്ടോ? ഞാൻ പറയുന്നവരെ ഞാൻ ഗിവ് അപ്പ് ചെയ്ത എനിക്ക് ക്ലൂ വേണം. ക്ലൂ ഇട്ടാൻ വേണ്ടി അതിനെ പറ്റി. അയ്യോ വേറെ ക്ലൂ ഒന്നുമില്ല, തോറ്റു. ഇല്ല, രണ്ടും കൂടി പറ. അയ്യോ പല ഷേപ്പ് എന്ന് പറഞ്ഞു, പല സൗണ്ടില് വരാം. ഞാൻ ചോദിക്കാം, ഇപ്പൊ ഇവിടെ ഉണ്ടോ? അങ്ങനെ ചോദ്യങ്ങളില്ല, ചോദ്യം ഞങ്ങൾ പറയുന്നത് കേൾക്കാം. ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചാല് നമുക്കത് പ്രഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ഇവിടെ അല്ല, നമ്മളെ ഈ ഫ്ലാറ്റിൽ വന്നു കഴിഞ്ഞാല് അതിന്റെ ശബ്ദം ചിലപ്പോ കേൾക്കാൻ പറ്റാറുണ്ട്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഓ ശബ്ദം കേൾക്കാൻ പറ്റാറുണ്ട്. അതായത് ഇത് പല രീതിയിൽ ആൾക്കാർ കൊണ്ടിടും. അത് കൊതുകാണോ? കൊതുവിന് ഏതാ മണം? എനിക്കറിയില്ല. അമ്മക്ക് എന്താ പടക്കം, ബോംബ്, വെടി. അപ്പൊ ഇതിനെന്താ മണല്ലേ? പിന്നെ ഭയങ്കര വെടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടിൽ വന്ന സൗണ്ട് കേൾക്കുന്ന പറഞ്ഞത് തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട്, അപ്പൊ അവിടെ വെടി വഴിപാടുണ്ട്. അതുകൊണ്ട് രാവിലെ 3 മണിക്കും 4 മണിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെടി ഇതിന്റെ സൗണ്ട് ഉണ്ടാവാറുണ്ട്. അല്ലാണ്ട് ഇത് എന്റേത് ചെറുത്, എന്റേത് കുറച്ച് നീളമുണ്ട്. പിന്നെന്താ ഇത് പല കാര്യത്തിലും നമ്മൾ എന്റേത് മെലിഞ്ഞിട്ടാ, പക്ഷെ ഇവിടെ നിന്റത് ചെറുത് നിന്റത് വലുത്. നമ്മൾ പല കാര്യത്തിലും ഇതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഏറ്റവും ബേസിക് റിക്വയർമെന്റിന് വരെ നമുക്കിത് ചെറുത് വലുത് അല്ല, എനിക്ക് ബേസിക് റിക്വയർമെന്റിന് പോലും വേണം, എല്ലാത്തിനും ഇത് വേണം. വേറെ ക്ലൂ പറ. ഇതിന്റെ മുകളിൽ ചില ആൾക്കാർക്ക് ഹെയർ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവില്ല. ഇത് നമുക്ക് പലതും വളർത്താനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മള് റെഗുലർ ആയിട്ട് നമ്മള് സൂക്ഷിച്ചില്ലെങ്കിൽ പലതും നിങ്ങൾക്കെല്ലാം കിട്ടിയാ? ഇതിന്റെ മുകളിൽ അല്ല, ഇത് നമ്മള് മര്യാദക്ക് ടേക്ക് കെയർ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ മുകളിൽ പലതും വളരും. പലതും അല്ല, ഒരു സാധനം റെഗുലർ ആയിട്ട് വളരും. അങ്ങനെ വരും. അതെന്ത് സാധനം? അതെന്ത് സാധനം പറയണം? അത് ആലോചിച്ചേ. നീണ്ടത്, മെലിഞ്ഞത്, തടിച്ചത്. തടിച്ചത് നിന്റെ ഹെയർ വളരുന്ന സാധനോ? അത്
അതങ്ങനെ അത് നീ Guess ചെവിയൊന്നുമല്ല, അല്ല ചെവിയില് മൂക്കിലൊക്കെ hair എന്റത് ഉണ്ടാവും, കുറച്ച് വെളുത്തിട്ടാ, ഇവളുടെ കുറച്ച് ഇരുണ്ട നിറം. അങ്ങനെ ഇരുണ്ടതല്ല, എന്റെ ഇരുന്നേറ ഇരുനിറം മാറിപ്പോയാ. ഇത് കയ്യൊന്നുമല്ലല്ലോ. ഇരുനിറം എന്റെ കയ്യില് മുടി വളരും, പക്ഷെ ഇവളുടെ കൈ തടിച്ചിട്ട് നിന്റെ കൈ മെല്ലിട്ട് അതൊക്കെ. പിന്നെന്താ പറഞ്ഞ നിന്റെ ചെറുതോ? ഇത് ചെറുതൊന്നുമല്ലല്ലോ. അതല്ല അതല്ല answer. ഓ ഇതിലെന്ത് വളരാനല്ലേ നോക്കിയിട്ടില്ലെങ്കിൽ. ഒന്നും വളരില്ല. നഖമല്ല, എനിക്ക് കിട്ടുന്നില്ല. ഇതെന്തെങ്കിലും ബോഡി പാർട്ടാന്ന് തോന്നല്ലേ? അതറിയില്ല. അയ്യോ, അല്ല കിട്ടാത്ത സ്ഥിതിക്ക് വേണമെങ്കിൽ അത് പറയാം. പറയണോ? ബോഡി പാട്ടാ. ബോഡി പാട്ടാ. വളരുവോ? എന്താ വളരെ ബോഡി പാർട്ട്? അങ്ങനെ വളരും നല്ലല്ലോ, നീ ശ്രദ്ധിക്കേ. ഒന്നുകൂടെ ക്ലൂ പറ. ഇത് നമ്മള് മര്യാദക്ക് നോക്കിയില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും വളരും. അതിലെന്തെങ്കിലും അതിൽ ഒരു സാധനം വളരും. ഓ അങ്ങനെ എന്തെങ്കിലും അല്ല, ഒരു സാധനം. ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലായി. മനസ്സിലായിട്ടില്ല. മുടിയല്ലേ? തേങ്ങ. മുടിയാണെങ്കിൽ ആദ്യം കറുത്ത എന്റെ കളറല്ല എന്റെ പറയാ. ഓ വെളുത്തത് എന്ന് പറഞ്ഞില്ലേ അല്ലേ? മുടിയല്ല, വെളുത്ത സാധനം. പല്ല്. കറക്റ്റ്, പല്ലിന് മുകളിൽ മുടി വളരും. നീ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട്. നീ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്. വിരലാണ്. വിരലെങ്ങനെയാ വെളുത്ത? ഓ വെളുത്ത് ഇവളുടെ ഇരുനിറം. അതെന്താ നിനക്ക് മനസ്സിലായിട്ടില്ല? ഓ ഇതിന്റെ മുകളിൽ മുടി വളരും. ഇതിനോട് ചില ആൾക്കാർക്ക് ശരി, എവിടെ മുടിയുണ്ട്. ഇതിന്റെ മുകളിൽ എന്താ? നഖം വളരും. മര്യാദക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഓ ഓക്കെ ഓക്കെ, നഖം. ഞാൻ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. പക്ഷെ നെയിലെന്ന് ഞാൻ ഇടക്ക് വെച്ച് ഒരിക്കൽ പറഞ്ഞില്ലേ? ഫിംഗർ ആൻസർ. ശരിയാ. കൈ ഞാൻ നോക്കി, എന്നിട്ട് ഫിംഗർ എനിക്ക് കത്തിയില്ല. ഓക്കെ, എന്തായാലും ലാസ്റ്റ് പറഞ്ഞല്ലോ. ഇനി അടുത്തത് നിങ്ങൾ രണ്ടുപേരും. അയ്യോ, തുടങ്ങണല്ലേ? ഇത് പല ലെങ്തിലുണ്ടാവും, പല സൈസിലുണ്ടാകും. അടുത്ത ക്ലൂ പറ. പിന്നെന്താ ഇതിനെ പറ്റി നമ്മൾ ഇതിൽ നമ്മൾ ഇത് നമ്മള് എന്താ പറയാ, നമ്മുടെ ഫിംഗേഴ്സ് മെയിൻലി യൂസ് ചെയ്യും, അല്ലാത്ത ഉപയോഗമാണ്. ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് ഫിംഗേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഇതിൽ യൂസ് ചെയ്യണം, അല്ലാണ്ട് നമ്മൾ ഫിംഗേഴ്സ് യൂസ് ചെയ്യും. പല സൈസിലുണ്ട്, പല ഫിംഗർ ആണ് മെയിൻ. പല ഫിംഗർ ആണ് ഇതിന്റെ മെയിൻ. ഫിംഗർ ഇല്ലാണ്ട് ഇത് ഇതിനെ പറ്റി ആലോചിക്കാനേ പറ്റില്ല. വേറെ ക്ലൂ പറയാലേ? ഒരു ക്ലൂ കൊടുത്താ. ഇതിൽ നമുക്ക് കൈയിടാം. ഇല്ലേ? കൈയിടാം. ഇത് നമുക്ക് കൈയിടാൻ പറ്റും. ചിലത് അല്ല, കഴുത്തിലല്ല. ഈ മണ്ടപ്പി കൊളാക്കും തോന്നി. സോറി, കഴുത്തിലല്ല. പക്ഷെ ബോഡി പാർട്ടിനും ഇതിനും ഭയങ്കര കണക്ഷൻ ഉണ്ട്, അവര് തമ്മിൽ സം കെമിസ്ട്രി ഉണ്ട്. പല സൈസിൽ. ഞാൻ പറഞ്ഞത് സ്ഥിരമായിട്ട് ആ കുഴി കൈയിടൂല, പക്ഷെ വേണമെങ്കിൽ കുഴി എന്നുവെച്ചാ ഹോള്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞപ്പോ കുഴി എന്ന് പറഞ്ഞതാ. അതെന്താ സ്ഥിരമായിട്ട് ഇടൂല, വല്ലപ്പോഴൊക്കെ വേണമെങ്കിൽ ഇടാം. ഇവളിടും. ഇനി എന്താ ക്ലൂ ഉള്ളത്? കുഴി, പല സൈസിലുള്ള. അത് കൂടെ ഫിംഗേഴ്സ് ഇങ്ങനെ ഇട്ട് കളിക്കാൻ നല്ല സുഖ. ഗിറ്റാറാണോ? അതെന്താ കുറച്ച് കൂടുതൽ ഗിറ്റാറല്ലേ? ഗിറ്റാറാ. ഇതെല്ലാവർക്കും ഉണ്ട്, പെൺകുട്ടിയൊക്കെ ആൺകുട്ടിയൊക്കെ ഉണ്ട്. നോ ജെൻഡർ ഡിഫറൻസ്.
എല്ലാവർക്കും ഉണ്ട്. പിന്നെ നമുക്കിത് വേണമെങ്കിൽ വെള്ളത്തിലിടാം. ആ വെള്ളത്തിലിടാം. ഓക്കെ. അയ്യോ ഞാനൊരു ക്ലൂ അറിയണല്ലോ. ഇത് എപ്പോഴും പിടിച്ചോണ്ടിരിക്കും. അതെ എപ്പോഴും പിടിച്ചോണ്ടിരിക്കും. ഇത് നമ്മുടെ ഇപ്പൊ ക്വസ്റ്റ്യൻ ഇല്ല. ഓക്കെ ഓക്കെ. ഇത് എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാവർക്കും ഉണ്ട്. പിടിക്കും. അല്ല പിടിച്ചൊക്കെ നോക്കുന്നു. വേറെ പിന്നെന്തായിരുന്നു വേറെ എന്റെ പറഞ്ഞുതരാം. വെള്ളത്തിലിടും, എപ്പോഴും പിടിച്ചോണ്ടിരിക്കും. പിന്നെ നമ്മള് പറഞ്ഞേ ഇതെല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉള്ളത് ചിലപ്പോ ഡിഫറെന്റ് രൂപത്തിലാവാം. അങ്ങനെ പറയാം. ഡിഫറെന്റ് രൂപം എന്ന് വെച്ചാൽ ഡിഫറെന്റ് അല്ല അങ്ങനെ പറയണ്ട. ഓക്കെ ഒന്നോട് എല്ലാം പറ. അതായത് ഇത് വെള്ളത്തിലിടോ? ഓക്കെ. എന്റേത് വെയിറ്റ് കുറവാ. നിന്റേതോ? വെയിറ്റ് നോക്കി വെയിറ്റ് കുറവാന്ന് വെച്ചാൽ അങ്ങനെയല്ല. വെയിറ്റ് കുറവാ. എന്റെ വെയിറ്റ് ഇങ്ങനെ നോക്കുന്നേ. വെയിറ്റ് അങ്ങനെയൊന്നും നോക്കല്ലേ. എനക്ക് അത്രയും വെയിറ്റ് ഉണ്ടാവും സംശയം. ബാത്റൂം പോകുമ്പോ എടുക്കും ഞാൻ പിടിക്കും. ബാത്റൂം പിടിക്കും. നിർബന്ധം ഇപ്പൊ പിടിക്കും. എല്ലാരും പിടിക്കും. പിടിക്കും. മിക്കവാറും 90% ആൾക്കാർ പിടിക്കും. അതില്ലാണ്ട് നമുക്ക് പറ്റില്ല. അങ്ങോട്ട് മുന്നോട്ടേക്ക് ജീവിക്കാൻ അതില്ലാണ്ട് ആലോചിക്കാൻ പോലും പറ്റില്ല. സോപ്പാണോ? എനിക്ക് എത്ര ബുദ്ധിമുട്ടുള്ളത് ഞാൻ അവർക്ക് ഇത് നിനക്ക് ബുദ്ധിമുട്ടേ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബുദ്ധിമുട്ടുള്ള സാധനമല്ല. വേറെ ക്ലൂ. ഞാൻ ക്ലൂസ് മറന്നു പോണു. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞു? അങ്ങനെ ചോദിക്കല്ലേ. ഇത് ഇടയ്ക്ക് വെള്ളത്തിലിടും. അല്ല വെള്ളത്തിലിടുന്നല്ല, വെള്ളത്തിലിടാം. ഇടാം. ഇടും എന്ന് പറയുന്നത്. ഇടും പറയില്ല, വെള്ളത്തിലിടാം. പല്ലാണോ? അത് ബാത്റൂം പോകുമ്പോ കൊണ്ടുപോയി. ബാത്റൂം പോയി പല്ല് പിടിച്ചോണ്ട് പോന്നെ. ഞാൻ പറയാം. അടുത്ത ക്ലൂ കുറച്ചുകൂടി ഈസി ക്ലൂ വേണം. മൂടാകുമ്പോഴൊക്കെ പിടിക്കും. പ്രത്യേകിച്ച് നീ എപ്പോഴും പിടിക്കും. തെറ്റിദ്ധരിക്കരുത്, ഞാൻ അങ്ങനത്തെ ഒരാളല്ല. എങ്ങനത്തെ മൂടാകുമ്പോ പിടിക്കും. അല്ല അങ്ങനെയല്ല, എല്ലാ സിറ്റുവേഷനിലും പിടിക്കും. ശരിയാ. മൂടാവണമെന്നില്ല, എല്ലാ സിറ്റുവേഷനിലും പിടിക്കും. ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോ നിർബന്ധ. ബാത്റൂമിൽ പോകുമ്പോ ഒരു മിക്കവാറുള്ള ആൾക്കാരും അത് പിടിക്കും. ഇത് ഞാൻ ചോദിക്കട്ടെ, ഇത് നമ്മളിൽ ഒരു സാധനമാണോ? അങ്ങനെ പറയാം. അല്ല, എത്ര ക്ലൂ തന്നു? ഇനി അത് പറയാം. അല്ല. ഓക്കെ, സോ അത് നമുക്കില്ല. അങ്ങനെയൊന്നുമല്ല, എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഷഡ്ഡിയാണോ? നിനക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് പാന്റീസ് എന്നെല്ലാം പറയാറുണ്ട്. അതല്ലേ, എനിക്കറിയില്ല. അറിയില്ല എന്നല്ല, ഞാൻ പറയാം. ക്ലൂസ് വരാം. ഇപ്പൊ കൊറേ ക്ലൂ ആയി. ഇതിന് കളർ എന്തെങ്കിലും ഉണ്ടോ? ചില ആൾക്കാർ കവറിടും. ചില ആൾക്കാർ കവറിടും. കവറിടും. ആർക്ക് കിട്ടിയോ? അമ്മക്ക് കിട്ടി തോന്നല്ലേ? പറയല്ലേ. കൊച്ചിന് കിട്ടിയാ? ഇല്ല. ഇത് ബാത്റൂമിൽ കൊണ്ടുപോകും എപ്പോഴും. 90% ആൾക്കാരെ കൊണ്ടുപോകും. പിടിക്കും. ഇത് പിടിക്കും. ഫോണാണോ? ഫോൺ. വിചാരിച്ചേ അല്ല.
ഞാൻ ആക്ച്വലി കവറിലിടുന്നതാണ് ഞാനത് കവർ കവറിടില്ലേ, ഫോൺ കവറിടില്ലേ? എന്റെ വെയിറ്റ് കുറവാ. എന്റെ വെയിറ്റ് നോക്കിയിട്ടില്ല, അതിലും കുറവായിരിക്കും മിക്കവാറും. ചില ഫോണിന് നല്ല വെയിറ്റ് ഉണ്ടല്ലോ. എന്റേത് ഭയങ്കര തിക്കാ. തിക്ക്. ഓക്കെ. എനിക്ക് അത്ര തിക്കല്ല. എനിക്ക് പണ്ടൊക്കെ തിക്കായിരുന്നു. ഇപ്പൊ തിക്കല്ല. എനിക്കെന്ന് പറയുമ്പോ ബോഡി പാർട്ട് ആയിരിക്കാം. നിങ്ങൾ പറയണ്ട, ഞാൻ നോക്കാം. പിന്നെ എനിക്കിത് കൊറേ ഉണ്ട്. അപ്പൊ ബോഡി പാർട്ട് അല്ലേ? എനിക്കത് കൊറേ ഉണ്ടോ? എനിക്കിത് കൊറേ ഉണ്ട്. എനിക്കിത് കഷ്ടപ്പെട്ട് വളർത്തേണ്ട ആവശ്യമില്ല. ഞാൻ അത് ശ്രദ്ധിക്കാറില്ല. വളർത്തേണ്ട അങ്ങനല്ല. ഓക്കെ. നിനക്ക് നീ ആദ്യം പറഞ്ഞ നിനക്ക് കൊറേ ഉണ്ട്, നിനക്ക് കുറച്ചേ ഉള്ളൂന്ന്. അടുത്തത് ഇത് ഹെയറിയാണ്. ഇതിൽ ഹെയർ ഉണ്ട്. ഇതിൽ ഹെയർ ഉണ്ടോ? തിക്കാണ്. രോമാണോ? പിന്നെ നീ പറയുന്നില്ലല്ലേ ഹെയർ ഉണ്ടല്ലോ. ഉണ്ടാവും. തിക്കാണ്. ശ്രദ്ധിക്കാറില്ല. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ടെന്നല്ലേ? അതായത് എനിക്ക് ക്ലോസ് കിട്ടുന്നില്ല പറയാൻ. ഞാൻ ആലോചിക്കട്ടെ. കിട്ടിയോ? അമ്മക്കെല്ലാം പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തർക്കും ഉള്ളത് വേറെ വേറെ ആയിരിക്കും. പക്ഷെ ലൈക് ബോയ്സ് ഗേൾസ് അങ്ങനെ എല്ലാവർക്കും ഉണ്ട്. കുറച്ചുകൂടി തിക്കായിട്ടുള്ള സത്യത്തിൽ ആമ്പിള്ളേരുടെ മുടിയോ? അല്ല, അത് ആലോചിക്ക എന്താ സാധനം എന്നല്ലേ. കുറച്ചുകൂടി തിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ലൈക്ക് പറയാൻ പറ്റും. ഫേസ് ഹെയർ ആണോ? പിരികമാണോ? എനിക്ക് ഹെയറി എന്ന് പറഞ്ഞപ്പോ ബോഡി പാർട്ട് എന്തോന്ന് മനസ്സിലായി. ഇറ്റ് ഈസ് സംടൈംസ് വെറ്റ്. ഹാർഡാണ്. വെറ്റാണ് ഹാർഡാണ്. It can be both. It is hard and wet. ഹാർഡും ആണ് വെറ്റും ആണ്. ഓക്കെ. പിന്നെ എനിക്ക് ക്ലൂ കിട്ടുന്നില്ല. കിട്ടുന്നില്ലേ? പിന്നെന്താ? നീ എവിടെ കൊറേ ക്ലൂ ഒന്നുമില്ല. ആ ക്ലൂവും കൂടി പിന്നെ വെറ്റാണ് ഹാർഡാണ്. പിന്നെ പക്ഷെ ഞാൻ ക്ലൂ പറയുമ്പോ പെട്ടെന്ന് കിട്ടുന്നല്ലേ. ഇത് നമ്മൾ എല്ലാ ദിവസവും പിടിക്കാറുണ്ട്. എല്ലാ ദിവസവും പിടിക്കാറുണ്ട്. ശരിയാ, എല്ലാ ദിവസവും ഇത് പിടിക്കും. അത് നിർബന്ധ. എന്തിനാ പിടിക്കുന്നത്? അത് പറയില്ല. പിടിക്കുന്നതോ? എല്ലാ ദിവസവും പിടിക്കണമെങ്കിൽ എന്തിനാണ് അത് പിടിക്കുന്നത്? ഒരു കാര്യത്തിൽ നമ്മൾ പിടിക്കും. ഇത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് സമാധാനം കിട്ടില്ല. ശരിയാ, നമുക്ക് കിട്ടില്ല. ബാക്കി ഇത് ഞാൻ ഒന്നുകൂടെ പറയാട്ടോ. നമുക്കും കിട്ടില്ല, ബാക്കിയുള്ളവർക്കും കിട്ടൂല. ഈ ചിരിച്ചിട്ട് കേക്കില്ല. കൂൾ ഡൗൺ. ഓക്കെ, ഇത് പിടിച്ചില്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് സമ്മാനം കിട്ടില്ല. ബാക്കിയുള്ളവർ നമ്മുടെ പിടിക്കുമോ? ബാക്കിയുള്ളവര് നമ്മളിത് പിടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഇടിച്ചോടും. മനസ്സിലായില്ല. നമ്മൾ ഇത് പിടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ എണീറ്റ് ഓടും. അങ്ങനെ പിടിക്കാൻ സാധനം മൂത്രമാണ്. അതെങ്ങനെ പിടിക്കും? ലിറ്ററലി പിടിക്കാൻ പറ്റും നമുക്ക്. ശരിക്കും കൈകൊണ്ട് നിന്റെ എക്സ്പ്ലനേഷൻ കുറച്ച് കൂടുതൽ കേട്ടോ. പിടിക്കും. എനിക്ക് മനസ്സിലാവില്ല. ഇവക്ക് പറ്റിയ ഗെയിമാട്ടോ. ബോഡി പാർട്ടാണോ? അല്ല, ബോഡി പാർട്ട് ഇത്ര വേഗം ക്ലൂ പറയാൻ പാടില്ല. പക്ഷെ അല്ല, ബോഡി പാർട്ട് അല്ല. എന്തായാലും ഗസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഉറപ്പുള്ളോട് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും യൂസിന് നമ്മൾ യൂസ് ചെയ്യും. ഡെയിലി യൂസിന് വേണം.
ഇത് അൺഅവോയ്ഡബിൾ ആണ്. യെസ്. പിന്നെ ലിപ്സ്റ്റിക് ഒരു ദിവസം തേച്ചില്ലെങ്കിൽ പിടിക്കുന്നെ വേണ്ട, അത് വേണ്ട. ലിപ്സ്റ്റിക് ഇപ്പൊ എല്ലാരും യൂസ് ചെയ്യുന്നില്ലല്ലോ, യൂസ് ചെയ്യാത്ത കുറെ പേരില്ലേ. ഇത് അങ്ങനെ ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാണ്ട് നമ്മൾ യൂസ് ചെയ്യും. ബോയ്സും ഗേൾസും യൂസ് ചെയ്യും, എല്ലാരും എല്ലാരും ഇത് പിടിക്കും. അല്ല ഇത് പിടിച്ചില്ലെങ്കിൽ ബാക്കിയുള്ളവർ ഓടും പറയുമ്പോ എന്തായാലും ഓടും, എന്തായാലും ഓടും, ഉറപ്പാ. അതില് നോ ഇത്. ചെലപ്പോ നമ്മളത് 2 പ്രാവശ്യം ഒരു ദിവസം പിടിക്കും. അമ്മക്കല്ല കേട്ടോ. 2 പ്രാവശ്യം പിടിക്കും, ശരിയാ. ഇവിടെ പ്രത്യേകിച്ച് വെള്ളം വെള്ളം 2 പ്രാവശ്യം പിടിക്കുള്ളൂ. ഇവിടെ 2 പ്രാവശ്യം പിടിക്കും. ഞാൻ 2 പ്രാവശ്യം. അല്ല പിടിച്ചു വെക്കും നീ എന്നെ നാടകം നീ 2 പ്രാവശ്യം പിടിക്കുന്ന ഞാൻ കൺട്രോൾ ചെയ്യാറുണ്ട്, പക്ഷെ നാട്ടുകാരൊക്കെ അറിഞ്ഞു. സാരില്ല, പോട്ടെ. എന്തായാലും കുറച്ചുകൂടെ അടുത്തെന്നുള്ള ഇത് ഭയങ്കര അടുത്താ. എല്ലാ ദിവസവും ഇത് പിടിക്കും. 2 തവണ പിടിക്കും. ഇത് പിടിച്ചില്ലെങ്കിൽ ആൾക്കാർ ഓടും. അതായത് നമ്മളിത് പിടിച്ചോണ്ടിരിക്കണം. എല്ലാ ദിവസവും പിടിക്കും. അത് എപ്പോഴെങ്കിലൊക്കെ നമ്മള് പിടിക്കും. ഇത് ചിലവര് 2 തവണ പിടിക്കും. നിനക്ക് കിട്ടിയോ? കിട്ടി? നിനക്ക് അറിയാലോ അല്ലേ, അമ്മ കിട്ടില്ലേ. ഒരു ക്ലൂ കൊടുത്താ പല കളറാ പിടിക്കുന്നോ? പല കളർ അത് എളുപ്പമായി പോയി. അല്ല, പല കളർ. എനിക്ക് ഒരു ബന്ധവും ഒന്നും എനിക്ക് തോന്നുന്നില്ല. തോന്നണം. അല്ല ഇതിന്റെ ഷേപ്പ് അങ്ങനെ എന്തെങ്കിലും? ഷേപ്പോ എല്ലാത്തിനും ഷേപ്പോ. എല്ലാവരുടെയും കയ്യിലുള്ളത് ഒരേ സംഭവം എല്ലാരും പിടിക്കണം. പക്ഷെ എല്ലാരും എന്താ പറയാ വേറെ വേറെ. അത് അതായത് നമുക്ക് ഇപ്പൊ ഞാൻ പിടിക്കുന്നത് നിനക്ക് പിടിക്കാൻ പറ്റും, ഞാൻ പിടിക്കുന്നത് നിനക്ക് പിടിക്കാൻ പറ്റില്ല. നമ്മള് വേറെ എല്ലാം ഷെയർ ചെയ്താലും ഇത് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല. ശരിയാ. ഓ ഇതിനേക്കാളും വലിയ ക്ലൂ ഞാൻ അവിടെ നിന്ന് കൊടുക്കും. ശരിയാ, ഇതിനേക്കാളും വലിയ ക്ലൂ ഇല്ല പറയുന്ന പോലെ. ആദ്യത്തെ ക്ലൂ നീ ഒന്ന് ആലോചിക്കൂ. വെറ്റാണ്, ഹാർഡാണ്. തോറ്റു. അമ്മ പറ. ബ്രഷ്. ശരി, ബ്രഷാണ് ഉത്തരം. 2 തവണ പിടിക്കും. ഹാർഡാണ്, വെറ്റാണ്. അതാ പറയുക, ഡിഫറെന്റ് കളർ. പിന്നെ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികൾ മുതൽ ഇത് പിടിക്കുന്നു, പക്ഷെ അത് പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. പക്ഷെ ഞാൻ ഇതൊക്കെ ചിന്തയിലേ വന്നിട്ടില്ല ഈ ഇനി വേണോ ലാസ്റ്റ് ഒരെണ്ണം? ഫണ്ടുണ്ട്. ആരോട് ചോദിക്കണം? നിന്നോട് ചോദിക്കണം. ഇവളുടെ അടുത്ത് നല്ല ക്ലൂസ് ഉണ്ട്. ഇവളുടെ അടുത്ത് ക്ലൂ പറയുന്നുണ്ട്. വേർഡ് കണ്ടുപിടിക്കട്ടെ. ഇതിന്റെ പുറത്ത് മൊത്തം ഹെയറാ. എനിക്ക് കിട്ടുന്ന എല്ലാത്തിലും ഹെയർ ആണല്ലോ. അകത്ത് വെറ്റായിരിക്കും. പുറത്ത് മൊത്തം ഹെയർ, അകത്ത് വെച്ച്. ചിലവര് ഈ ഹെയർ റിമൂവ് ചിലവരല്ല, നമ്മളെല്ലാം എല്ലാം ചെയ്യായിരിക്കും. ഹെയർ റിമൂവ് എല്ലാവർക്കും ഇഷ്ടം. ഇവിടെ കുറച്ച് ജ്യൂസിയാണ്. അതില് ഗ്ലോ ഹെയർ ഉണ്ടാവും. പിന്നെ ഇത് ഉണങ്ങിയതില്ല. ഉണങ്ങി ചിലപ്പോ ചിലത് ഉണങ്ങിയതും ഉണ്ടാവും. ഉണങ്ങിയത് വെറ്റ്. ഉണങ്ങിയത് മിക്കവാറും കറുത്തിട്ടായിരിക്കും. പിന്നെ ഇത് 18+ കണ്ടന്റ് ആയോ? ഇല്ല, സാധനം നോക്കിയാ ഇത് മിക്കതും
ആ റൗണ്ടാണ് എല്ലാവർക്കും. ഐ മീൻ റൗണ്ട് ഉണ്ടയിലായിരിക്കണേ. ജ്യൂസി വലുതുണ്ട് ചെറുതുണ്ട് എല്ലാം ഉണ്ട്. ഡിപ്പെൻസ്. ഉണങ്ങിയതാണ് ചെറുതായി പോകുന്നത്. ഓക്കെ, ചിലത് അങ്ങനെ എല്ലാ സൈസിലും ഉണ്ട്. അല്ല എല്ലാ സൈസിലും വെച്ചല്ല, ഇതിലും സൈസ് ഒന്നേ ഉള്ളൂ. സൈസ് ഒന്നേ ഉള്ളൂ. ഏയ് അങ്ങനെ ഒന്നും മനസ്സിലായില്ല. ഓ ഞാനെന്താ മണ്ടത്തെയോ? എനിക്ക് കത്താൻ കുറച്ച് സമയം എടുക്കും ഗൈസ്, കുറച്ച് സമയം തരണം. പിന്നെന്താ, അയ്യോ ഉള്ളു തുറന്ന് നിറയെ വെള്ളം. അല്ല ശരിക്കും കൊറേ വെള്ളം ഉണ്ട്. നമ്മളത് വയറില് വെള്ളം ഉണ്ടാവില്ലല്ലോ. ബ്ലാഡർ ആണോ? നമുക്ക് ചിലപ്പോ ഇങ്ങനെ തുറക്കാൻ പറ്റൂലോ. അല്ല, ഇതിങ്ങനെ കുത്തനെ ഹെയർ ഉണ്ടാവും. അത് നമുക്ക് തൊടാൻ പോലും പറ്റില്ല. അങ്ങനത്തെ hair ആയിരിക്കും. ആംപിറ്റ്സിലെ ഹെയർ കുത്തൻ ഹെയറോ? എന്റെ ബോഡി തന്നെ ഞാനൊന്നും കിട്ടിയാ Mostly it's in brown color. ഇന്ത്യൻസ് അല്ല അങ്ങനെ ഇവര് പറഞ്ഞു വരുന്നത് എന്താ? അല്ല, അത് എല്ലായിടത്തും ബ്രൗണാ. അപ്പൊ നീ എന്താ പറഞ്ഞ കറുപ്പെന്ന്? അല്ല, അത് ഉണങ്ങിയ പിന്നെ മൊരടി. ഇത് ബോഡി പാർട്ട് അല്ലേ? ആയിട്ടില്ലേ? എനിക്ക് തോന്നുന്നു ബോഡി പാർട്ടൊന്നും അല്ലാന്ന് തോന്നുന്നു. ഇത് നമ്മളിടയ്ക്ക് നമുക്കിത് കിട്ടുമ്പോ ഒരു സമാധാനം. നമ്മളത് ഇടയ്ക്ക് കടിക്കും. ഇടയ്ക്ക് കുടിക്കും, ഇടയ്ക്ക് കടിക്കും, ഇടയ്ക്ക് കുടിക്കും. അതെന്നെ സാധനോ? എനിക്ക് കടിക്കും കുടിക്കും റെഡ് ബ്രൗണ് ഒരേ സൈസ്. നമ്മളത് എൻജോയ് ചെയ്തിട്ട് കടിക്കും കുടിക്കും ചെയ്യും. വല്ല വെജിറ്റബിളും ആണോ? ബ്രിഞ്ചോൾ? അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ നമ്മൾ പറയൂല്ലോ. ജ്യൂസി അല്ലല്ലോ അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് സാധനം, അടിപൊളിയാ. നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കടിക്കും. നല്ല മാങ്ങ അല്ല. എവിടെയാ കുത്തനെ ഹെയർ? ഓ ഹെയറിന്റെ കാര്യം ഞാൻ മറന്നുപോയി. ഹെയർ ഉള്ള സാധനം വേറെ ഇപ്പൊ നമ്മളെന്താ ചെയ്യാ? വേറെ നമ്മൾ ഇത് ജ്യൂസി ഹെയർ എൻജോയ് ചെയ്ത് കടിക്കുന്നല്ലേ? കടിക്കും കുടിക്കും ചെയ്യും. എനിക്ക് തോന്നുന്നു ബോഡി പാർട്ടൊന്നും അല്ല എന്തായാലും. വേറെന്തോ എന്തോ തിന്നുന്ന സാധനം മനസ്സിലായി എനിക്ക്. തിന്നും കുടിക്കുകയും ചെയ്യും, കടിക്കും. കുത്തുന്ന എങ്ങനെ നമുക്കത് പിടിക്കുമ്പോ പിന്നെ അത് കഷ്ടപ്പെട്ട് മാറ്റേണ്ടി വരും. ആ കുത്തില് തോന്നാണ്ടിരിക്കാൻ വേണ്ടി. അല്ല സീരിയസ്ലി ബുദ്ധിമുട്ടാ. അതങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. ലൈക്ക് ഇറ്റ്സ് ഹാർഡ്. ഹാർഡ് പുറത്ത് ഹാർഡ്, അകത്ത് വെറ്റ്. സീരിയസ്ലി ശരിയാ. പുറത്ത് ഹാർഡ്, അകത്ത്. ഇത് ഞാൻ എന്റെ അമ്മയ്ക്ക് വെച്ചിട്ട് അയച്ചു കൊടുക്കുന്നില്ല. ഇതിലെല്ലാം എടുത്തിട്ടുണ്ട് ഞാൻ. ലിങ്ക് അയച്ചെടുത്താ മതി. ആന്റിന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. ആന്റി ഞാൻ അയച്ചു തരാം കേട്ടോ, ഡോണ്ട് വറി. ഓക്കെ, ഞാൻ ഒന്ന് ക്ലൂ ആലോചിക്കട്ടെ. ബ്രൗണ്, വെറ്റ്, ഹാർഡ്. അതിലുള്ള ഹെയറും ഭയങ്കര തിക്കാ. തിന്നേണ്ട സാധനല്ലേ? അങ്ങനൊന്നും പറയുന്നില്ല. അതല്ല പറഞ്ഞ കടിക്കും കുടിക്കും ചെയ്യും. ഇത് എത്ര പ്രാവശ്യം പറയുന്നു? ഓക്കെ, എനിക്കറിയാം എന്തോ ഫ്രൂട്ടോ വെജിറ്റബിളോ ആണ്. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഹെയർ ഉള്ള വെജിറ്റബിൾ ജ്യൂസി ആണ്. എല്ലാം ജ്യൂസി ഇല്ലടാ.
അല്ല ഹെയർ ഹെയർ അല്ല കുത്തുന്ന സാധനമല്ലേ പറഞ്ഞെ? അപ്പൊ അത് അത് പിടിക്കുമ്പോ തന്നെ കുത്തും. മനസ്സിലായി. എന്താ പൈനാപ്പിൾ തെറ്റുത്തരം അല്ലേ? കൈപ്പക്ക, കൈപ്പൊക്കെ എന്താ? അല്ല ബിറ്റഗോഡ്, മുള്ള സാധനം. അല്ല മുള്ളല്ല, ഓക്കെ ഓക്കെ, നമുക്ക് കുറച്ചുകൂടി സിംപ്ലർ ആക്കാം. അല്ല അങ്ങനെ ഡയറക്റ്റ് ക്ലൂ കൊടുക്കരുത്. അല്ല ബ്രൗ പൈനാപ്പിൾ. ഇതിന് ഭയങ്കര ഇത് നമ്മള് എന്താ പറയാ, കടിച്ചാലും കുടിച്ചാലും ഭയങ്കര റിഫ്രഷ്മെന്റ് തരും. അങ്ങനെ പറയല്ലേ. അല്ല നമുക്ക് മനസ്സിലാവും. ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. ഞാൻ പറയട്ടെ, ഇതെല്ലാ വീട്ടിലും ഉണ്ടാവും. മിക്കവാറും അച്ഛന്മാരായിരിക്കും. ചക്ക, അച്ഛന്മാരായിരിക്കും ഇത് പിടിച്ചിട്ട് കുലുക്കുന്നത്. കോക്കനട്ടാണോ? അപ്പൊ കിട്ടിയതാ. അപ്പൊ എന്താ പറയുമ്പോ സംഭവ ബഹുലമായ ഞങ്ങളുടെ ഗെയിം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ല ഫണ്ണായിരുന്നു. അപ്പം അതേ ഫണ്ണ് കാണുന്ന നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല രസമുണ്ട്. നിങ്ങളും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ലൈക്ക് ഫ്രണ്ട്സായിട്ടോ അല്ലെങ്കിൽ കസിൻസൊക്കെ ആയിട്ട് ഇരിക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഇങ്ങനത്തെ ഗെയിമൊക്കെ കളിച്ചു നോക്ക്. നല്ല ഫണ്ണുണ്ട്. ആ നല്ല ഫണ്ണുണ്ട്. എനിക്ക് ഞാൻ കുറച്ച് ട്യൂബ്ലൈറ്റ് ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്തെങ്കിലും രസമുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു, ഫണ്ണായിരുന്നു. അപ്പോൾ എന്താ ഇനി പറയാ, അടുത്ത ഒരു ചാലഞ്ച് ആയിട്ട് നമ്മൾ വരാം. ഇതുപോലെ എന്തെങ്കിലും ഫൺ ചാലഞ്ച്, എന്തെങ്കിലും എന്താ പറയാ റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബിലോ ചെയ്യേണ്ട ചാലഞ്ചസ്. അതെ, അപ്പൊ നമ്മൾ ഇതേപോലെ ചെയ്യുന്നതായിരിക്കും. ഡുപ്പിക്ക് അങ്ങോട്ട് ഇഷ്ടമായി ചാലഞ്ച് ഒക്കെ, എസ്പെഷ്യലി ഈ ചാലഞ്ച്. എന്തായാലും എന്റെ വീട്ടിൽ അയച്ചു കൊടുക്കൂല, ഞാൻ അയച്ചു കൊടുക്കുമല്ലോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഇതുപോലെ ചാലഞ്ചസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കൂ. ഞങ്ങൾ അതൊക്കെ നോക്കിയിട്ട് അതേപോലെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ. വെയിറ്റ്, ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പറയണം. ഓക്കെ പറയൂ. അപ്പോൾ എല്ലാവരും ജാൻവിയുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ until then, bye. Okay, set to go. But actually it was fun, right? Yeah, it was.